ജയറാമിന്റെ മോളുടെ ഒരു കോൺട്രവേഴ്സി അറിഞ്ഞില്ലേ? അവളുടെ കോസ്റ്റ്യൂമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയേക്കുന്നത്. ഇതാണ് സാധനം. ഈ കൊച്ചിങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര മോശമായി പോയി പറഞ്ഞിട്ട് കമന്റ് എന്തോ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ മറുപടി ആയിട്ട് വന്ന കമന്റിന്റെ അടിയിലാണ് അമ്മയെ ഓർത്താൽ മതി എന്നാ പറഞ്ഞത്. ഈ എന്താണ് ഏത് കോണ്ടക്സ്റ്റിലാണ് ഈ കമന്റ് വന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഏതോ ഒരുത്തം വൃത്തികേടാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് മറുപടിയായിട്ട് ഈ കമന്റ് പറയുന്നത്. വൃത്തികേട് പറഞ്ഞവന് മറുപടിയായിട്ട് ഈ കമന്റ് ഇട്ടത് കമന്റിനകത്ത് ഈ കമന്റിനകത്ത് പ്രശ്നമുണ്ട്. അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തും പ്രശ്നമുണ്ട്. ഇത് പറയാനുണ്ടായ കോണ്ടക്സ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു പെങ്കൊച്ച് എന്താ ഈ ബ്രാലസ് കാലഘട്ടത്തിൽ ഇരുന്നിട്ടാണ് കേട്ടോ ആളുകൾ പെണ്ണുങ്ങൾ ബ്രാ ഇടാൻ നടക്കുന്ന കാലത്താണ് ഇവിടെ ഇരുന്നുകൊണ്ട് മറ്റേ നിപ്പിൾ കാണാമെന്നും പറഞ്ഞിരുന്ന് ഉണക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് കണ്ടങ്ങ് ആസ്വദിക്കുക എന്നുള്ളതിനപ്പുറത്തോട്ട് പിന്നെ പബ്ലിക് അടുത്ത് വന്ന് വൃത്തികേട് വിളിച്ച് പറയാതിരിക്കാനുള്ള സാമാന്യ ബോധം ഉണ്ടാവണം. സിവിലൈസ്ഡ് ആയിട്ട് ബിഹേവ് ചെയ്യാന്ന് പറയുന്നത് മനസ്സിലുണ്ടോ? മാന്യമായിട്ട് പെരുമാറുക. അങ്ങനെ ഒരു പരിപാടിയാണ് നമ്മുടെ നാട്ടിലില്ല. അപ്പൊ അതിന് മറുപടി കൊടുത്താണ് ഈ മറുപടി. അന്യ സ്ത്രീകളെ കാണുമ്പോൾ അമ്മയെ ഓർത്താൽ മതി എന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീകളെ കാണുമ്പോൾ അമ്മയെ ഓർത്തിട്ടുണ്ടെങ്കിൽ പരിപാടി തീർന്നു. മനസ്സിലുണ്ടോ? മറ്റു സ്ത്രീകളെ അന്യ സ്ത്രീകളല്ല മറ്റു സ്ത്രീകളെ കാണുമ്പോൾ അമ്മയല്ലാത്ത മറ്റു സ്ത്രീകളാണല്ലോ ഈ ഉദ്ദേശിക്കുന്നത് മറ്റു സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ കമന്റ് ഇട്ട പെൺകുട്ടിയുടെ ഭർത്താവ് അമ്മയെ ഓർത്ത് എങ്ങനെയുണ്ടോ? ഇനി അതും പോട്ടെ, ഈ ഭർത്താവിന്റെ പിതാവ് അയാളുടെ ഭാര്യ കണ്ടപ്പോൾ അമ്മയെ ഓർത്ത് എങ്ങനെയുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറകോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇപ്പൊ എന്റെ പിതാവ് എന്റെ അമ്മയെ കാണുമ്പോൾ പുള്ളിയുടെ അമ്മയെ ഓർത്തായിരുന്നെങ്കിൽ ഈ വീഡിയോ ഇല്ല. മനസ്സിലായോ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ പുറകോട്ട് പോയി ഒരു ഘട്ടത്തിൽ കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ആരും ഉണ്ടാവില്ല. വംശാർത്ഥം തന്നെ സംഭവിച്ചിട്ടുണ്ടാവും. പിന്നെ ആകെ ഉണ്ടാവുക ആദവും ഹവ്വയും പാമ്പും. അപ്പൊ ആദവും പാമ്പും അതങ്ങനെ ഒന്നും ചെയ്യൊന്നുമില്ല.